സദൃശ്യവാക്യങ്ങൾ 1. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും. പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും. അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന്നു പരിജ്ഞാനവും വകതിരിവും നൽകുവാനും. ജ്ഞാനി കേട്ടിട്ടു വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനേ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുതു. അവ നിന്റെ ശിരസിന്നു അലങ്കാരമാലയും നിന്റെ കഴുത്തിന്നു സരപ്പളിയും ആയിരിക്കും. മകനേ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുതു. ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്ക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെപ്പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. നമുക്ക് വലിയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ടു നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്കു എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ. മകനേ, നീ അവരുടെ വഴിക്ക് പോകരുതു, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയുമരുതു. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബദ്ധപ്പെടുന്നു. പക്ഷി കാൺകെ വലവിരിക്കുന്നതു വ്യർത്ഥമല്ലോ. അവർ സ്വന്ത രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്ത പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അതു അവരുടെ ജീവനെ എടുത്തുകളയുന്നു. ജ്ഞാനമായവൾ വീഥിയിൽ ഘോഷിക്കുന്നു, വിശാലസ്ഥലത്തു സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്നു വിളിക്കുന്നു, നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നതു. ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നതു എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചുതരും, എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ടു നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ടു ആരും കൂട്ടാക്കാതെയും. നിങ്ങൾ എന്റെ ആലോചന ഒക്കെയും ത്യജിച്ചുകളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടു. ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റുപോലെയും നിങ്ങളുടെ ആപത്തു ചുഴലിക്കാറ്റുപോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവാഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസന ഒക്കെയും നിരസിച്ചുകളഞ്ഞതുകൊണ്ടു. അവർ സ്വന്തവഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. സദൃശവാക്യങ്ങൾ 2. മകനേ, ജ്ഞാനത്തിനു ചെവി കൊടുക്കുകയും ബേയാദത്തിനു നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതെന്നു. എന്റെ വചനങ്ങളെ കൈക്കൊണ്ടു എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. നീ ബേയാദത്തിനായി വിളിച്ചു വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പയാലെ അന്വേഷിച്ചു നിക്ഷേപങ്ങളെപ്പയാലെ തിരയുന്നു എങ്കിൽ, നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നതു, അവന്റെ വായിൽ നിന്നു പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്കു രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്കു അവൻ ഒരു പരിച തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു, തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകലസന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിനു ഇമ്പമായിരിക്കും. വകതിരിവു നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അതു നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയും. ദയാശപ്രവൃത്തിയിൽ സന്ദേശിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പേയാകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു. അതു നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്കു പറയുന്ന അന്യസ്ത്രീയുടെ വശത്തുനിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ചു തന്റെ ദൈവത്തിന്റെ നിയമം മറന്നുകളഞ്ഞിരിക്കുന്നു.
അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങിവരുന്നില്ല, ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്നു നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചുകൊള്ളുക. നേരുള്ളവർ ദേശത്തു വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തുനിന്നു ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. സദൃശ്യവാക്യങ്ങൾ 3. മകനേ, എന്റെ ഉപദേശം മറക്കരുതു, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചുതരും. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോയാകരുതു, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും വ്യാധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തെയാടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്ത വിവേകത്തിൽ ഊന്നരുതു. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുതു, യഹോവയെ ഭയപ്പെട്ടു ദയാശം വിട്ടുമാറുക. അതു നിന്റെ നാഭിക്കു ആരോഗ്യവും അസ്ഥികൾക്കു തണുപ്പും ആയിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്ക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. മകനേ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുതു, അവന്റെ ശാസനയെങ്കിൽ മുഷികയും അരുതു. അപ്പൻ ഇഷ്ടപുത്രനെയാട് ചെയ്യുന്നതുപോയാലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലതു. അതു മുത്തുകളിലും വിലയേറിയതു, നിന്റെ മനയാഹാരവസ്തുക്കൾ ഒന്നും അതിനു തുല്യമാകയില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്കു അതു ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനേ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നു മാറിപ്പോയാകരുതു. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിനു അലങ്കാരവും ആയിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയുമില്ല. നീ കിടപ്പാൻ പേയാകുമ്പയാൾ നിനക്ക് പേടി ഉണ്ടാകയില്ല, കിടക്കുമ്പയാൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്കു വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതവണ്ണം കാക്കും. നന്മ ചെയ്വാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പയാൾ അതിനു യാഗ്യന്മാരായിരിക്കുന്നവർക്കു ചെയ്യാതിരിക്കരുതു. നിന്റെ കൈയിൽ ഉള്ളപ്പയാൾ കൂട്ടുകാരനെയാടു, പേയായി വരിക, നാളെ തരാം എന്നു പറയരുതു. കൂട്ടുകാരൻ സമീപേ നിർഭയം വസിക്കുമ്പയാൾ അവന്റെ നേരെ ദയാശം നിരൂപിക്കരുതു. നിനക്ക് ഒരു ദയാശവും ചെയ്യാത്ത മനുഷ്യനെയാട് നീ വെറുതെ ശണ്ഠയിടരുതു. സാഹസക്കാരനെയാട് നീ അസൂയപ്പെടരുതു, അവന്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയുമരുതു. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കയ അവന്റെ സഖ്യത ഉണ്ടു. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിൽ ഉണ്ടു, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവയ്ക്കയ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഭയാശന്മാരുടെ ഉയർച്ചയ അപമാനം തന്നെ. സദൃശ്യവാക്യങ്ങൾ 4. മക്കളെ, അപ്പന്റെ പ്രഭയാധനം കേട്ടു വിവേകം പ്രാപിക്കേണ്ടതെന്നു ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്കു സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുതു. ഞാൻ എന്റെ അപ്പനു മകനും എന്റെ അമ്മയ്ക്കു ഓമനയും ഏകപുത്രനും ആയിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ചു, എന്നെയാടു പറഞ്ഞതു, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ചു ജീവിക്ക. ജ്ഞാനം സമ്പാദിക്ക, വിവേകം നേടുക, മറക്കരുതു, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയുമരുതു. അതിനെ ഉപേക്ഷിക്കരുതു, അതു നിന്നെ കാക്കും, അതിൽ പ്രിയം വെക്കുക, അതു നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അതു നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അതു നിനക്ക് മാനം വരുത്തും. അതു നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അതു നിന്നെ ഒരു മഹത്വകിരീടം ചൂടിക്കും. മകനെ കേട്ടു എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു.
നടക്കുമ്പയാൾ നിന്റെ കാലടിക്കു ഇടുക്കം വരികയില്ല, ഓടുമ്പയാൾ നീ ഇടറുകയുമില്ല. പ്രഭയാധനം മുറുകെ പിടിക്ക, വിട്ടുകളയരുതു, അതിനെ കാത്തുകൊള്ളുക, അതു നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുതു, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയുമരുതു. അതിനെയാടു അകന്നു നിൽക്ക, അതിൽ നടക്കരുതു, അത് വിട്ടുമാറി കടന്നുപയാക. അവർ ദ്വേഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ടു അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞു അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയാ പ്രഭാതത്തിന്റെ വെളിച്ചം പെയാലെ, അതു നട്ടുച്ചവരെ അധികമധികം ശയാപിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പെയാലെയാകുന്നു, ഏതിങ്കൽ തട്ടി വീഴും എന്നു അവർ അറിയുന്നില്ല. മകനേ, എന്റെ വചനങ്ങൾക്കു ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്കു നിന്റെ ചെവി ചായിക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നു മാറിപ്പയാകരുതു, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചുവെക്കുക. അവയെ കിട്ടുന്നവർക്കു അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയാടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉദ്ഭവം അതിൽ നിന്നല്ലോ ആകുന്നതു. വായുടെ വക്രത നിങ്കൽ നിന്നു നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്കൽ നിന്നകറ്റുക. നിന്റെ കണ്ണു നേരെ നേയാക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പെയാട്ടു മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തെയാട്ടയാ വലത്തെയാട്ടയാ തിരിയരുതു, നിന്റെ കാലിനെ ദയാശം വിട്ടകലുമാറാക്കുക. സദൃശ്യവാക്യങ്ങൾ 5. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതെന്നും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതെന്നും. ജ്ഞാനത്തെ ശ്രദ്ധിച്ചു എന്റെ ബയാധത്തിനു ചെവി ചായ്ക്ക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്നു തേൻ ഇറ്റിറ്റു വീഴുന്നു, അവളുടെ അണ്ണാക്കു എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലെയാ അവൾ കാഞ്ഞിരമ്പയാലെ കയ്പും ഇരുവായ്ത്തലവാൾ പെയാലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലൈകൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതവണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ, എന്റെ വാക്കു കേൾപ്പിൻ, എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുതു. നിന്റെ വഴിയെ അവളെയാടു അകറ്റുക, അവളുടെ വീട്ടിന്റെ വാതിലെയാടു അടുക്കരുതു. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുതു. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുതു. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയിപ്പോകരുതു. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ടു നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ടു. അയ്യാ, ഞാൻ പ്രഭയാധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്കു ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രഭയാധിപ്പിച്ചവർക്കു ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകലദേശത്തിലും അകപ്പെട്ടുപോയായല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരുതു. നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്ത കിണറ്റിൽ നിന്നു ഒഴുകുന്ന വെള്ളവും കുടിക്ക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പയാകേണമയാ. അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവു അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്ദേശിച്ചുകൊള്ളുക. കൗതുകമുള്ള പേടമാനും മനയാഹരമായ ഇളമാൻ പേടയും പെയാലെ അവളുടെ സ്തനങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ, അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്ക. മകനെ, നീ പരസ്ത്രീയെ കണ്ടു ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്തോ? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പു ഒക്കെയും അവൻ തൂക്കിനയാക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രഭയാധനം കേൾക്കായ്കയാൽ അവൻ മരിക്കും, മഹാഭയാശത്വത്താൽ അവൻ വഴിതെറ്റിപ്പയാകും. സദൃശ്യവാക്യങ്ങൾ 6. മകനെ, കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കയാ അന്യനു വേണ്ടി കൈയടിക്കയാ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പയായി, നിന്റെ വായിലെ മൊഴികളാൽ പിടിപ്പെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇതു ചെയ്ക, നിന്നെത്തന്നെ വിടുവിക്ക, കൂട്ടുകാരന്റെ കൈയിൽ നീ അകപ്പെട്ടുപോയായല്ലോ, നീ ചെന്നു താണുവീണു കൂട്ടുകാരനെയാടു മുട്ടിച്ചപേക്ഷിക്ക. നിന്റെ കണ്ണിന്നു ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുതു. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്നപയാലെ നീ നിന്നെത്തന്നെ വിടുവിക്ക. മടിയാ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നേയാക്കി ബുദ്ധി പഠിക്ക. അതിന്നു നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്തു തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്തു തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പയാൾ ഉറക്കത്തിൽ നിന്നെഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക.
അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപയാക്കനെപ്പയാലെയും നിന്റെ ബുദ്ധിമുട്ടു ആയുധപാണിയെപ്പയാലെയും വരും. നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയാടെ നടക്കുന്നു. അവൻ കണ്ണിമയ്ക്കുന്നു, കാൽ കൊണ്ടു പരണ്ടുന്നു, വിരൽ കൊണ്ടു ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ടു, അവൻ എല്ലായ്പ്പോഴും ദയാശം നിരൂപിച്ചു വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ടു അവന്റെ ആപത്തു പെട്ടെന്നു വരും, ക്ഷണത്തിൽ അവൻ തകർന്നുപയാകും, പ്രതിശാന്തിയുണ്ടാകുകയുമില്ല. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവനു അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദയാശത്തിനു ബദ്ധപ്പെട്ടു ഓടുന്ന കാലും. ഭയാഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹയാതരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനേ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുതു. അതു എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തെയാട് ബന്ധിച്ചുകൊള്ളുക, നിന്റെ കഴുത്തിൽ അതു കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പയാൾ അതു നിനക്ക് വഴികാണിക്കും. നീ ഉറങ്ങുമ്പയാൾ അതു നിന്നെ കാക്കും, നീ ഉണരുമ്പയാൾ അതു നിന്നെയാട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രഭയാധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മേയാഹിക്കരുതു, അവൾ കണ്ണിമ കൊണ്ടു നിന്നെ വശീകരിക്കുകയുമരുതു. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കിത്തിന്നേണ്ടിവരും, വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യനു തന്റെ വസ്ത്രം വെന്തുപയാകാതെ മടിയിൽ തീ കൊണ്ടുവരാമയാ? ഒരുത്തന്നു കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമയാ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതെ ഇരിക്കയില്ല. കള്ളൻ വിശന്നിട്ടു വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കിക്കൊടുക്കാം, തന്റെ വീട്ടിലെ വസ്തുവക ഒക്കെയും കൊടുക്കാം. സ്ത്രീയാട് വ്യഭിചാരം ചെയ്യുന്നവനെയാ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന്നു ലഭിക്കും, അവന്റെ നിന്ദ മാഞ്ഞുപയാകുകയുമില്ല. ജാരശങ്ക പുരുഷനു ക്രയാധേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല, എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. സദൃശ്യവാക്യങ്ങൾ 7. മകനേ, എന്റെ വചനങ്ങളെ പ്രമാണിച്ചു എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന്നു എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പയാലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തെയാടു നീ എന്റെ സഹയാദരി എന്നു പറക, വിവേകത്തിനു സഖി എന്നു പേർ വിളിക്ക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്കു പറയുന്ന അന്യസ്ത്രീയുടെ വശത്തുനിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നെയാക്കിക്കൊണ്ടിരിക്കുമ്പയാൾ ഭയാഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു, യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്തു ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കേയാണിനരികെ വീതിയിൽ കൂടി കടന്നു, അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്നു ഇതാ, വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളയാർ സ്ത്രീ അവനെ എതിരേറ്റുവരുന്നു. അവൾ മേയാഹപരവശയും തന്നിഷ്ടക്കാരത്തിയും ആകുന്നു, അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പയാൾ അവളെ വീതിയിലും പിന്നെ വിശാലസ്ഥലത്തും കാണാം, ഓരോ കേയാണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു, ലജ്ജ കൂടാതെ അവനെയാട് പറയുന്നതു: എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നു ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാൺമാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രയും മിനൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിൽ ഇല്ല, ദൂരയാത്ര പെയായിരിക്കുന്നു. പണമടി ശീല കൂടെ കൊണ്ടുപോയായിട്ടുണ്ടു, പൗർണമാസിക്കെ വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയ ആരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു, അധരമാധുര്യം കൊണ്ടു അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നേടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭയാഷനും പെയാകുന്നതു പെയാലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നതു പെയാലെയും കരളിൽ അസ്ത്രം തറയ്ക്കുകയാളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്കു കേൾപ്പിൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ. നിന്റെ മനസ്സു അവളുടെ വഴിയിലേക്ക് ചായരുതു, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയുമരുതു. അവൾ വീഴ്ച ഹതന്മാർ അനേകർ,
അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം ആകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അതു മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സദൃശ്യവാക്യങ്ങൾ 8. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയാ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയാ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്തു നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗയാപുരദ്വാരത്തിങ്കലും ഘേഷിക്കുന്നതു. പുരുഷന്മാരെ, ഞാൻ നിങ്ങളെയാട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ, സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ. മൂഢന്മാരെ, വിവേകഹൃദയന്മാരാകുവിൻ. കേൾപ്പിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും, എന്റെ അധരങ്ങളെ തുറക്കുന്നതു നേരുന്നു ആയിരിക്കും. എന്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എന്റെ അധരങ്ങൾക്കു അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴി ഒക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായതു ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രഭയാധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളെക്കാൾ നല്ലതാകുന്നു, മനയാഹരമായതൊന്നും അതിനു തുല്യമാകയില്ല. ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവാഭക്തി ദയാശത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആലയാചനയും പരിജ്ഞാനവും എനിക്കുള്ളതു, ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലം ഉണ്ടു. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ടു. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലതു. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടെന്നു. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി, തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ, ആദിയിൽ തന്നെ, ഭൂമിയുടെ ഉൽപ്പത്തിക്കു മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പയാൽ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പയാൽ തന്നെ. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്കു മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്തു തന്നെ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പയാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പയാഴും. അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പയാഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പയാഴും. വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതവണ്ണം അവൻ സമുദ്രത്തിനു അതിർ വെച്ചപ്പയാഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പയാഴും. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനയാദിച്ചുകൊണ്ടു ദിനംപ്രതി അവന്റെ പ്രമേയാദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനയാദിച്ചുകൊണ്ടിരുന്നു, എന്റെ പ്രമേയാദം മനുഷ്യപുത്രന്മാരെയാടുകൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്കു കേട്ടുകൊള്ളുവിൻ, എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രഭയാധനം കേട്ടു ബുദ്ധിമാന്മാരായിരിപ്പിൻ, അതിനെ ത്യജിച്ചുകളയരുതു. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടിളയ്ക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്കു കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നെയാടു പിഴയ്ക്കുന്നവനെയാ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു, എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 9. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീടു പണിതു, അതിനു 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി, തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്നു വിളിച്ചു പറയിക്കുന്നതു. അല്പബുദ്ധിയായവൻ ഇങ്ങയാട്ടു വരട്ടെ, ബുദ്ധിഹീനനായ അവൾ പറയിക്കുന്നതു. വരുവിൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. ബുദ്ധിഹീനരെ, ബുദ്ധിഹീനത വിട്ടു ജീവിപ്പിൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭർത്സിക്കുന്നവന്നു കറപ്പറ്റുന്നു. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതെന്നു അവനെ ശാസിക്കരുതു, ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രഭയാധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും, നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സു ഉണ്ടാകും.
നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്കുവേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും, പരിഹസിക്കുന്നു എങ്കിലെയാ നീ തന്നെ സഹിക്കേണ്ടിവരും. ഭയാഷത്വമായവൾ മേയാഹപരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോയാകുന്നവരെ വിളിക്കേണ്ടതെന്നു. അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങയാട്ടു വരട്ടെ, ബുദ്ധിഹീനനായ അവൾ പറയുന്നതു. മേയാഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചുതിന്നുന്ന അപ്പം രുചികരവും ആകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 10. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്ദേശിപ്പിക്കുന്നു, ഭയാശനായ മകൻ അമ്മയ്ക്കു വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയാ മരണത്തിൽ നിന്നു വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയെ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ടു പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കയ്യാ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്തു ശേഖരിച്ചുവെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്തു ഉറങ്ങുന്നവനെയാ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതു, ദുഷ്ടന്മാരുടെ പേരെയാ കെട്ടുപയാകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭയാശനയാ വീണുപയാകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനെയാ വെളിപ്പെട്ടുവരും. കണ്ണുകൊണ്ടു ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്നു ശാസിക്കുന്നവനെയാ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണം ആകുന്നു, സ്നേഹമേയാ സകലഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ടു, ബുദ്ധിഹീനന്റെ മുതുകിന്നെയാ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കിവെക്കുന്നു, ഭയാശന്റെ വായ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്തു അവന്നു ഉറപ്പുള്ളയാരു പട്ടണം, എളിയവരുടെ നാശമയ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവും ആകുന്നു. പ്രഭയാധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനെയാ ഉഴന്നു നടക്കുന്നു. പക മറച്ചുവെക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഭയാശൻ. വാക്കു പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല, അധരങ്ങളെ അടക്കുന്നവനെയാ ബുദ്ധിമാൻ. നീതിമാന്റെ നാവു മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമേയാ നിസ്സാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പേയാഷിപ്പിക്കും, ഭയാശന്മാരെയാ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനെയാടു ഒന്നും കൂടുന്നില്ല. ദയാശം ചെയ്യുന്നതു ഭയാശന്നു കളിയാകുന്നു, ജ്ഞാനം വിവേകിക്കു അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നതു തന്നെ അവന്നു ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമേയാ സാധിക്കും. ചുഴലിക്കാറ്റു കടന്നുപയാകുമ്പയാൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനെയാ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. ചൊറുക്ക പല്ലിന്നും പുക കണ്ണിന്നും ആകുന്നതുപയാലെ മടിയൻ തന്നെ അയക്കുന്നവർക്കു ആകുന്നു. യഹോവാഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളെയാ കുറഞ്ഞുപയാകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്ദേശമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കയാ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവന്നു ഒരു ദുർഗം, ദുഷ്പ്രവൃത്തിക്കാർക്കയാ അതു നാശകരം. നീതിമാൻ ഒരുനാളും കുലുങ്ങിപ്പയാകയില്ല, ദുഷ്ടന്മാരെയാ ദേശത്തു വസിക്കയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവയാ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായതു അറിയുന്നു, ദുഷ്ടന്മാരുടെ വായ വക്രതയുള്ളതാകുന്നു. സദൃശ്യവാക്യങ്ങൾ 11. കള്ളത്തുലാസു യഹോവയ്ക്കു വെറുപ്പു, ഒത്ത പടിയാ അവന്നു പ്രസാദം. അഹങ്കാരം വരുമ്പയാൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലയാ ജ്ഞാനമുണ്ടു. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമയ അവരെ നശിപ്പിക്കും. ക്രയാധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയാ മരണത്തിൽ നിന്നു വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും, ദുഷ്ടനെയാ തന്റെ ദുഷ്ടതകൊണ്ടു വീണുപയാകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും, ദ്രോഹികളെയാ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പയാൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതികെട്ടവരുടെ ആശയ്ക്കു ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്നു രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന്നു പകരം അകപ്പെടുന്നു. വഷളൻ വായ്കൊണ്ടു കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരെയാ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പയാൾ പട്ടണം സന്ദർശിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പയാൾ ആർപ്പുവിളി ഉണ്ടാകുന്നു.
നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ്കൊണ്ടയാ അതു ഇടിഞ്ഞുപയാകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനെയാ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്തമാനസനെയാ കാര്യം മറച്ചുവെക്കുന്നു. പരിപാലനം ഇല്ലാത്തയിടത്തു ജനം അധയാഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലെയാ രക്ഷയുണ്ടു. അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പെയാകാത്തവനെയാ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു, വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തപ്രാണനു നന്മ ചെയ്യുന്നു, ക്രൂരനെയാ സ്വന്തജത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനെയാ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദയാശത്തെ പിന്തുടരുന്നവനെയാ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്കു വെറുപ്പു, നിഷ്കളങ്കമാർഗികളെയാ അവന്നു പ്രസാദം. ദുഷ്ടനു ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന്നു ഞാൻ കൈയടിക്കാം, നീതിമാന്മാരുടെ സന്തതിയാ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂകുത്തി പെയാലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയാ ക്രയാധമത്രേ. ഒരുത്തൻ വാരിവിതറിയിട്ടും വർദ്ധിച്ചുവരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലാഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന്നു തണുപ്പു കിട്ടും. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അതു വിൽക്കുന്നവന്റെ തലമേലെയാ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനെയാ അതുതന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരെയാ പച്ചയിലപയാലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ, ഭയാശൻ ജ്ഞാനഹൃദയന്നു ദാസനായിത്തീരും. നീതിമാന്നു ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന്നു ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. സദൃശ്യവാക്യങ്ങൾ 12. പ്രഭയാധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനെയാ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കയാ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടതകൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരയാ ഇളകിപ്പയാകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനു ഒരു കിരീടം, നാണം കെട്ടവളയാ അവന്റെ അസ്ഥികൾക്കു ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളെയാ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞേക്കുന്നു, നേരുള്ളവരുടെ വാക്കയാ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞുവീണു ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമേയാ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കു ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയാ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിനു മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠൻ ആകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമയാ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നുവെന്നു ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിഞ്ചെല്ലുന്നവനെയാ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദയാശികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരയാ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ടു, നീതിമാനെയാ കഷ്ടത്തിൽ നിന്നു ഒഴിഞ്ഞുപെയാരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന്നു കിട്ടും. ഭയാശന്നു തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയാ ആലയാചന കേട്ടനുസരിക്കുന്നു. ഭയാശന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനെയാ ലജ്ജ അടക്കിവെക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയാ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തുമ്പയാലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ടു, ജ്ഞാനികളുടെ നാവയാ സുഖപ്രദം. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവയാ മാത്രനേരത്തേക്കേയുള്ളൂ. ദയാശം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവ് ഉണ്ടു, സമാധാനം ആലയാചിക്കുന്നവർക്കയാ സന്ദേശം ഉണ്ടു. നീതിമാന്നു ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരെയാ അനർത്ഥം കൊണ്ടു നിറയും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്കു വെറുപ്പു, സത്യം പ്രവർത്തിക്കുന്നവരെയാ അവന്നു പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കിവെക്കുന്നു, ഭയാശന്മാരുടെ ഹൃദയമേയാ ഭയാശത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനെയാ ഊഴിയവേലയ്ക്ക് പെയാകേണ്ടിവരും. മനയാവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിരിയുന്നു, ഒരു നല്ല വാക്കയാ അതിനെ സന്ദേശിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരനു വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയാ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമേയാ മനുഷ്യനു വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ടു, അതിന്റെ പാതയിൽ മരണം ഇല്ല. സദൃശ്യവാക്യങ്ങൾ 13.
ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രഭയാധനഫലം, പരിഹാസിയായ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമേയ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനെയാ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനയാ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭയാഷ്കു വെറുക്കുന്നു, ദുഷ്ടനയാ ലജ്ജയും നിന്ദയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയാ പാപിയെ മറിച്ചുകളയുന്നു. ഒന്നും ഇല്ലാഞ്ഞിട്ടും ധനികൻ എന്നു നടിക്കുന്നവൻ ഉണ്ടു, വളരെ ധനം ഉണ്ടായിട്ടും ദരിദ്രൻ എന്നു നടിക്കുന്നവനും ഉണ്ടു. മനുഷ്യന്റെ ജീവന്നു മറുവില അവന്റെ സമ്പത്തു തന്നെ, ദരിദ്രനെയാ ഭീഷണിപയാലും കേൾക്കേണ്ടിവരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കയാ കെട്ടുപയാകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു, ആലയാചന കേൾക്കുന്നവരുടെ പക്കലയാ ജ്ഞാനം ഉണ്ടു. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പയാകും, അധ്വാനിച്ചു സമ്പാദിക്കുന്നവനെയാ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയാ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന്നു ഉത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനെയാ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപയാകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയാ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തെയാടെ പ്രവർത്തിക്കുന്നു, ഭയാശനയാ തന്റെ ഭയാശത്വം വിടർത്തു കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദയാശത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയാ സുഖം നൽകുന്നു. പ്രഭയാധനം ത്യജിക്കുന്നവന്നു ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസനം കൂട്ടാക്കുന്നവനെയാ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന്നു മധുരമാകുന്നു, ദയാശം വിട്ടകലുന്നതയാ ഭയാശന്മാർക്കു വെറുപ്പു. ജ്ഞാനികളെയാടു കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും, ഭയാശന്മാർക്ക് കൂട്ടാളിയായവനെയാ വ്യസനിക്കേണ്ടിവരും. ദയാശം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കെയാ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്കു അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തെയാ നീതിമാന്നു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ടു നശിച്ചുപയാകുന്നവരുമുണ്ടു. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനെയാ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവയാളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറയാ വിശന്നുകൊണ്ടിരിക്കും. സദൃശ്യവാക്യങ്ങൾ 14. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭയാശത്വമുള്ളവളെയാ അത് സ്വന്തം കൈകളാൽ പൊളിച്ചുകളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനെയാ അവനെ നിന്ദിക്കുന്നു. ഭയാശന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ടു, ജ്ഞാനികളുടെ അധരങ്ങളെയാ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്തു വെടിപ്പുള്ളതു, കാളയുടെ ശക്തികൊണ്ടെയാ വളരെ ആദായം ഉണ്ടു. വിശ്വസ്ത സാക്ഷി ഭയാഷ്കു പറകയില്ല, കള്ളസാക്ഷിയെയാ ഭയാഷ്കു നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവന്നെയാ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്നു മാറിപ്പയാക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നതു വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതയാ ഭയാശന്മാരുടെ ഭയാശത്വം. ഭയാശന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കയാ തമ്മിൽ പ്രീതിയുണ്ടു. ഹൃദയം സ്വന്തതുകത്തെ അറിയുന്നു, അതിന്റെ സന്ദേശത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞുപയാകും, നീതിമാന്റെ കൂടാരമയാ തഴയ്ക്കും. ചിലപ്പയാൾ ഒരു വഴി മനുഷ്യനു ചൊവ്വായി തേയാന്നും, അതിന്റെ അവസാനമയാ മരണവഴികൾ അത്രേ. ചിരിക്കുമ്പയാൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്ദേശത്തിന്റെ അവസാനം ദുഃഖമാകുമാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ള ഒന്ന് തന്റെ നടപ്പിൽ മടുപ്പുവരും, നല്ല മനുഷ്യനെയാ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തിവരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയെയാ തന്റെ നടപ്പു സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ടു ദയാശം അകറ്റി നടക്കുന്നു, ഭയാശനെയാ ധിക്കാരം പൂണ്ടു നിർഭയനായി നടക്കുന്നു. മുൻകയാപി ഭയാശത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭയാശത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളെയാ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പേയാലും പകയ്ക്കുന്നു, ധനവാനെയാ വളരെ സ്നേഹിതന്മാർ ഉണ്ടു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരെയാട് കൃപ കാണിക്കുന്നവനെയാ ഭാഗ്യവാൻ. ദയാശം നിരൂപിക്കുന്നവർ ഉഴന്നുപയാകുന്നില്ലയാ, നന്മ നിരൂപിക്കുന്നവർക്കെയാ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ടു ലാഭം വരും, അധരചർവണം കൊണ്ടെയാ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്കു കിരീടം, മൂഢന്മാരുടെ ഭയാശത്വമേയാ ഭയാശത്വം തന്നെ.
സത്യസാക്ഷി പ്രാണാക്ഷ ചെയ്യുന്നു, ഭയാഷ്കു നിശ്വസിക്കുന്നവനെയാ വഞ്ചൻ ചെയ്യുന്നു. യഹോവാഭക്തനു ദൃഢധൈര്യമുണ്ടു, അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപയാകും. പ്രജാബാഹുല്യം രാജാവിനു ബഹുമാനം, പ്രജാന്യൂനതയാ പ്രഭുവിനു നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകേയാപിയാ ഭയാശത്വം ഉയർത്തുന്നു. ശാന്തമനസ്സു ദേഹത്തിനു ജീവൻ, അസൂയ അസ്ഥികൾക്കു ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനെയാട് കൃപ കാണിക്കുന്നവനെയാ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടനു തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനെയാ മരണത്തിലും പ്രത്യാശയുണ്ടു. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതയാ വെളിപ്പെട്ടുവരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമയാ വംശങ്ങൾക്കു അപമാനം. ബുദ്ധിമാനായ ദാസനു രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനെയാ അവന്റെ കയാപം നേരിടും. സദൃശ്യവാക്യങ്ങൾ 15. മൃദുവായ ഉത്തരം ക്രയാതത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കയാ കയാപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായാ ഭയാശത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണു എല്ലായിടവുമുണ്ടു, ആകാത്തവരെയും നല്ലവരെയും നയാക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്ത ജീവവൃക്ഷം, അതിന്റെ വക്രതയാ മനയാവേസനം. ഭയാശൻ അപ്പന്റെ പ്രഭയാധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനെയാ വിവേകിയായിത്തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപം ഉണ്ടു, ദുഷ്ടന്റെ ആദായത്തിലെയാ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമയാ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്കു വെറുപ്പു, നേരുള്ളവരുടെ പ്രാർത്ഥനയാ അവന്നു പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്കു വെറുപ്പു, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന്നു കഠിനശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്ദേശമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടേയാ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായാ ഭയാശത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം, സന്തുഷ്ടഹൃദയനെയാ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനെയാടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാഭക്തിയാടുകൂടെ അല്പധനം ഉള്ളതു നന്നു. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖവ്യാജനം നല്ലതു. ക്രയാതമുള്ള കലഹം ഉണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനെയാ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലിപയാലെയാകുന്നു, നീതിമാന്മാരുടെ പാതയാ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്ദേശിപ്പിക്കുന്നു, മൂഢനെയാ അമ്മയെ നിന്ദിക്കുന്നു. ഭയാശത്വം ബുദ്ധിഹീനെന്നു സന്ദേശം, വിവേകിയാ ചൊവ്വായി നടക്കുന്നു. ആലയാചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പെയാകുന്നു, ആലയാചനക്കാരുടെ ബഹുത്വത്താലെയാ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യനു സന്ദേശം വരും, തക്കസമയത്തു പറയുന്ന വാക്കു എത്ര മനയാഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലെയാട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപയാകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചുകളയും, വിധവയുടെ അതിരയ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്കു വെറുപ്പു, ദയാവാക്കയാ നിർമ്മലം. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കേയാഴ വെറുക്കുന്നവനെയാ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലയാചിച്ചു ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായാ ദയാശങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരെയാടു അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയാ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശയാഭ ഹൃദയത്തെ സന്ദേശിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രഭയാധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനെയാ വിവേകം സമ്പാദിക്കുന്നു. യഹോവാഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിനു വിനയം മുന്നേടിയാകുന്നു. സദൃശ്യവാക്യങ്ങൾ 16. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമയാ യഹോവയാൽ വരുന്നു. മനുഷ്യനു തന്റെ വഴികളൊക്കെയും വെടിപ്പായി തേയാന്നുന്നു, യഹോവയാ ആത്മാക്കളെ തൂക്കിനയാക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്കു സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്കു വെറുപ്പു, അവന്നു ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന്നു ഞാൻ കൈയടിക്കുന്നു.
ദയയും വിശ്വസ്തതയും കൊണ്ടു അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ടു മനുഷ്യർ ദേശത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്കു ഇഷ്ടമായിരിക്കുമ്പയാൽ അവൻ അവന്റെ ശത്രുക്കളെയും അവനെയാടു ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയാടെയുള്ള അല്പം നല്ലതു. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയാ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ടു, ന്യായവിധിയിൽ അവന്റെ വായ് പിഴയ്ക്കുന്നുമില്ല. ഒത്ത വെള്ളിക്കയാലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടി ഒക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നതു രാജാക്കന്മാർക്കും വെറുപ്പു, നീതികൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നതു. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്കും പ്രസാദം, നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രയാധം മരണദൂതെന്നു തുല്യം, ജ്ഞാനമുള്ള മനുഷ്യനെയാ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവൻ ഉണ്ടു, അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പേലയാകുന്നു. തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നതു എത്ര നല്ലതു, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നതു എത്ര ഉത്തമം. ദേശം അകറ്റി നേരുള്ളവരുടെ പെരുവഴി, തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചക്കു മുമ്പേ ഉന്നതഭാവം. ഗർവികളെയാടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരെയാടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നതു നല്ലതു. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്നു വിളിക്കപ്പെടും, അധരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു. ഭയാഷന്മാരുടെ പ്രഭയാധനമേയ ഭയാഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു, അവന്റെ അധരങ്ങൾക്കു വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്കു തേൻ കട്ടയാകുന്നു, മനസ്സിനു മധുരവും അസ്ഥികൾക്കു ഔഷധവും തന്നെ. ചിലപ്പയാൾ ഒരു വഴി മനുഷ്യനു ചൊവ്വായി തേയാന്നുന്നു, അതിന്റെ അവസാനമേയ മരണവഴികൾ അത്രേ. പണിക്കാരന്റെ വിശപ്പു അവനെ കൊണ്ടു പണി ചെയ്യിക്കുന്നു, അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസ്സാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീ ഉണ്ടു. വക്രതയുള്ള മനുഷ്യൻ വഴക്ക് ഉണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സഹാസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണു അടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു, വപ്പുകടിക്കുന്നവൻ ദേശം നിവർത്തിക്കുന്നു. നരച്ച തല ശയാഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ചീട്ടുമടിയിൽ ഇടുന്നു, അതിന്റെ വിധാനമേയ യഹോവയാലത്രേ. സദൃശ്യവാക്യങ്ങൾ 17. കലഹത്തെയാടുകൂടി ഒരു വീടു നിറയെ യാഗഭയാജനത്തിലും സ്വസ്ഥതയാടുകൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലതു. നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹയാതരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്കു പുടം, പൊന്നിന്നു മൂശ, ഹൃദയങ്ങളെ ശയാധന ചെയ്യുന്നവനെയാ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്കു ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന്നു ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്ദേശിക്കുന്നവനു ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്കും കിരീടമാകുന്നു, മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം ഭയാഷനു യാഗ്യമല്ല, വ്യാജമുള്ള അധരം ഒരു പ്രഭുവിനു എങ്ങനെ. സമ്മാനം വാങ്ങുന്നവന്നു അതു രത്നമായി തേയാന്നും, അതു ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചുവെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനെയാ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഭയാഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്നു ശാസിക്കുന്നതു അധികം ഫലിക്കും. മത്സരക്കാരൻ ദേശം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായാരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂളനെ അവന്റെ ഭയാഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെയായ കരടിയെ എതിരിടുന്നതു ഭേദം. ഒരുത്തൻ നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നതുപയാലേ, ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്കു വെറുപ്പു. മൂളന്നു ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കൈയിൽ ദ്രവ്യം എന്തിനു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്തു അവൻ സഹയാതരനായിത്തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ചു കൂട്ടുകാരനു വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയൻ ആകുന്നു, പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവു ഇച്ഛിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല, വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും.
ഭയാഷനെ ജനിപ്പിച്ചവന്നു അതു ഖേദകാരണമാകും, മൂളന്റെ അപ്പന്നു സന്ദേശം ഉണ്ടാകയില്ല. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതെന്നു ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു, മൂടന്റെ കണ്ണയാ ഭൂമിയുടെ അറുതികളിലേക്ക് നയാക്കുന്നു. മൂടനായ മകൻ അപ്പന്നു വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പും ആകുന്നു. നീതിമാന്നു പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്കു അടക്കിവെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭയാഷനെപ്പയാലും ജ്ഞാനിയായും അധരം അടിച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. സദൃശ്യവാക്യങ്ങൾ 18. കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തെയാടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സു വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂടന്നു ഭേദത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനെയാടുകൂടെ അപമാനവും ദുഷ്കീർത്തിയാടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്കു ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവു ഒഴുക്കുള്ള തേയാടും ആകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തേയാൽപ്പിക്കേണ്ടതെന്നു ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നതു നന്നല്ല. മൂളന്റെ അധരങ്ങൾ വഴക്കുന്നു ഇടയാക്കുന്നു, അവന്റെ വായി തല്ലുവിളിച്ചുവരുത്തുന്നു. മൂളന്റെ വായെ അവന്നു നാശം, അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണന്നു കണി. ഏഷണിക്കാരന്റെ വാക്കു സ്വാദുഭയാജനമ്പയാലെയിരിക്കുന്നു, അതു വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹയാദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗയാപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്നു അഭയം പ്രാപിക്കുന്നു. ധനവാന്നു തന്റെ സമ്പത്തു ഉറപ്പുള്ള പട്ടണം, അതു അവന്നു ഉയർന്ന മതിൽ ആയിത്തയാന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന്നു അതു ഭയാഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയാ ആർക്കു സഹിക്കാം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന്നു പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തന്റെ അന്യായം ആദ്യം വേദനിപ്പിക്കുന്നവൻ നീതിമാൻ എന്നു തേയാന്നും, എന്നാൽ അവന്റെ പ്രതിയാകി വന്നു അവനെ പരിശയാദിക്കും. ചീട്ടുതർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേറുപെടുത്തുകയും ചെയ്യുന്നു. ദ്രേഹിക്കപ്പെട്ട സഹയാദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു, അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽപയാലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവുകൊണ്ടു അവന്നു തൃപ്തിവരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന്നു നന്മ കിട്ടുന്നു, യഹോവയാട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു, ധനവാനെയാ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യനു നാശം വരും, എന്നാൽ സഹയാദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ടു. സദൃശ്യവാക്യങ്ങൾ 19. വികടാധരം ഉള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സു നന്നല്ല, തത്രപ്പെട്ടു കാൽ വെക്കുന്നവനെയാ പിഴച്ചുപയാകുന്നു. മനുഷ്യന്റെ ഭയാഷത്വം അവന്റെ വഴിയെ മറിച്ചുകളയുന്നു, അവന്റെ ഹൃദയമയായ യഹോവയാട് മുഷിഞ്ഞുപയാകുന്നു. സമ്പത്തു സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു, എളിയവനെയാ കൂട്ടുകാരനെയാടു അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കയില്ല, ഭയാഷ്കു നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞുപയാകുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നയാക്കുന്നു, ദാനം ചെയ്യുന്നവന്നു ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹയാദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു, അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും. അവൻ വാക്കു തിരയുമ്പയാഴേക്കു അവരെ കാൺമാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു, ഭേദം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കയില്ല, ഭയാഷ്കു നിശ്വസിക്കുന്നവൻ നശിച്ചുപയാകും. സുഖജീവനം ഭയാഷെന്നു യാഗ്യമല്ല, പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതയാ ദാസന്നു എങ്ങനെ. വിവേകബുദ്ധിയാൽ മനുഷ്യനു ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നതു അവന്നു ഭൂഷണം. രാജാവിന്റെ ക്രയാധം സിംഹഗർജനത്തിനു തുല്യം, അവന്റെ പ്രസാദമയാ പുല്ലിന്മേലുള്ള മഞ്ഞുപയാലെ. മൂളനായ മകൻ അപ്പന്നു നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചേർച്ചപയാലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയാ യഹോവയുടെ ദാനം. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പു സൂക്ഷിക്കാത്തവനെയാ മരണശിക്ഷ അനുഭവിക്കും. എളിയവനെയാട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്കു വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്കു അവൻ പകരം കൊടുക്കും.
പ്രത്യാശയുള്ളയിടത്തെയാളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുതു. മുൻകയാപി പിഴ കൊടുക്കേണ്ടിവരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടിവരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതെന്നു ആലയാചന കേട്ടു പ്രഭയാധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ടു, യഹോവയുടെ ആലയാചനയാ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപയാലെ ദയ കാണിക്കും, ഭയാഷ്കു പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവാഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന്നു നേരിടുകയില്ല. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും, ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചുകളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നതും മതിയാക്കുക. നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകുന്നു തല്ലും ഒരുങ്ങിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 20. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പേയാലെ, അവനെ ഖ്യാപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനെയാട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നതു പുരുഷനു മാനം, എന്നാൽ ഏതു ഭയാഷനും ഷണ്ഠ കൂടും. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്തു അവൻ ഇരക്കും ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലയാചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനെയാ അത് കയറി എടുക്കും. മിക്ക മനുഷ്യരും തങ്ങളെയാട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവു തന്റെ കണ്ണുകൊണ്ട് സകലദേശത്തെയും പേറ്റിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു പാപം ഒഴിഞ്ഞു നിർമ്മലനായിരിക്കുന്നു എന്നു ആർക്കു പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപയാലെ യഹോവയ്ക്കു വെറുപ്പു. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമയാ എന്നു അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണു, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതെയിരിക്കേണ്ടതെന്നു നിദ്രാപ്രിയനാകരുതു, നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവയാളം ആഹാരം ഉണ്ടാകും. വിലയ്ക്കു വാങ്ങുന്നവൻ ചീത്ത എന്നു പറയുന്നു, വാങ്ങി തന്റെ വഴിക്ക് പേയാകുമ്പയായ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളെയാ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക, അന്യജാതിക്കാരനു വേണ്ടി ഉത്തരവാദി ആകുന്നവനെയാടു പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യനു മധുരം, പിന്നത്തേതിലെയാ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലയാചന കൊണ്ടു സാധിക്കുന്നു, ആകയാൽ ഭരണസാമർത്ഥ്യത്തെയാടെ യുദ്ധം ചെയ്യുക. നുണയനായി നുടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനയാട് ഇടപെടരുതു. ആരെങ്കിലും അപ്പനെയാ അമ്മയെയാ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുകയാകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ടു കൈവശമാക്കാം, അതിന്റെ അവസാനമെയാ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദേശത്തുനിന്നു പ്രതികാരം ചെയ്യുമെന്നു നീ പറയരുതു, യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടുതരം തൂക്കം യഹോവയ്ക്കു വെറുപ്പു, കള്ളത്തുലാസം കൊള്ളരുതു. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യനു തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇതു നിവേദിതം എന്നു തത്രപ്പെട്ടു നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനു ഒരു കണി. ജ്ഞാനമുള്ള രാജാവു ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവു യഹോവയുടെ ദീപം, അതു ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശേധന ചെയ്യുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ കാക്കുന്നു, ദയകൊണ്ടു അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പയാകത്തക്ക അടിയും ദേശത്തെ അടിച്ചുവാരിക്കളയുന്നു. സദൃശ്യവാക്യങ്ങൾ 21. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കൈയിൽ നീർത്തയാടു കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളയിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴി ഒക്കെയും അവന്നു ചൊവ്വായത്തെയാകുന്നു, യഹോവയാ ഹൃദയങ്ങളെ തൂക്കിനയാക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതു യഹോവയ്ക്കു ഹനനയാഗത്തെക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാരഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധിഹേതുകങ്ങൾ ആകുന്നു, ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്രേ ബദ്ധപ്പെടുന്നതു.
കള്ളനാവുകൊണ്ടു ധനം സമ്പാദിക്കുന്നതു പാറിപ്പയാകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്കു നാശഹേതുവാകുന്നു, ന്യായം ചെയ്വാൻ അവർക്കു മനസ്സില്ലല്ലോ. അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു, നിർമ്മലന്റെ പ്രവൃത്തിയാ ചൊവ്വുള്ള തന്നെ. ഷണ്ട കൂടുന്ന സ്ത്രീയാടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കെയാണിൽ പാർക്കുന്നതു നല്ലതു. ദുഷ്ടന്റെ മനസ്സു ദയാശത്തെ ആഗ്രഹിക്കുന്നു, അവന്നു കൂട്ടുകാരനെയാടു ദയതയാന്നൊന്നുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായിത്തീരും, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവെക്കുന്നു, ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചുകളയുന്നു. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കയാപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകയാപത്തെയും ശമിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നതു നീതിമാന്നു സന്ദേശവും ദുഷ്പ്രവർത്തിക്കാർക്കു ഭയങ്കരവും ആകുന്നു. വിവേകമാർഗം വിട്ടുനടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും, വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. ദുഷ്ടൻ നീതിമാന്നു മറുവിലയാകും, ദ്രയാഹി നേരുള്ളവർക്കും പകരമായി തീരും. ഷണ്ടയും ദുശ്ശീലവുമുള്ള സ്ത്രീയാടുകൂടെ പാർക്കുന്നതിലും നിർജ്ജനപ്രദേശത്തു പേയായി പാർക്കുന്നതു നല്ലതു. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ടു, മൂഢനെയാ അവയെ ദുർവ്യയം ചെയ്തുകളയുന്നു. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കെയാട്ടയെ ഇടിച്ചുകളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നു സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന്നു പരിഹാസി എന്നു പേർ, അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തെയാടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന്നു മരണഹേതു, വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തെയാടെ ഇരിക്കുന്നു, നീതിമാനെയാ ലയാപിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ ദുരാന്തരത്തെയാടെ അതു അർപ്പിച്ചാൽ എത്ര അധികം. കള്ളസാക്ഷി നശിച്ചുപയാകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവന്നെയാ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖധാർഷ്ട്യം കാണിക്കുന്നു, നേരുള്ളവനെയാ തന്റെ വഴി നന്നാക്കുന്നു. യഹയാവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലയാചനയുമില്ല. കുതിരയെ യുദ്ധദിവസത്തേക്കു ചമയിക്കുന്നു, ജയമയാ യഹയാവയുടെ കൈവശത്തിലിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 22. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലതു. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെ ഒക്കെയും ഉണ്ടാക്കിയവൻ യഹയാവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളെയാ നേരെ ചെന്നു ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹയാവഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ടു, തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയാടു അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അതു വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നുവെന്നു ദാസൻ. നീതികേടു വിതയ്ക്കുന്നവൻ ആപത്തു കൊയ്യും, അവന്റെ കയാപത്തിന്റെ വടി ഇല്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിൽ നിന്നു അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കിക്കളക, അപ്പയാൾ പിണക്കം പേയായിക്കൊള്ളും, കലഹവും നിന്ദയും നിന്നുപയാകും. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നുവെന്നു അധരലാവണ്യം ഉണ്ടു, രാജാവു അവന്റെ സ്നേഹിതൻ. യഹയാവയുടെ കണ്ണു പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു, ദ്രയാഹികളുടെ വാക്കയാ അവൻ മറിച്ചുകളയുന്നു. വെളിയിൽ സിംഹം ഉണ്ടു, വീഥിയിൽ എനിക്ക് ജീവഹാനി വരും എന്നു മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴി ആകുന്നു, യഹയാവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തെയാടു ഭയാശത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്നു അകറ്റിക്കളയും. ആദായം ഉണ്ടാക്കേണ്ടതെന്നു എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന്നു കൊടുക്കുന്നവനും മുട്ടുള്ളവനായിത്തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായിച്ചു കേൾക്കുക, എന്റെ പരിജ്ഞാനത്തിനു മനസ്സുവയ്ക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനയാഹരം. നിന്റെ ആശ്രയം യഹയാവയിൽ ആയിരിക്കേണ്ടതെന്നു ഞാൻ ഇന്നു നിന്നെയാടു തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്കും നീ നേരുള്ള മറുപടി കൊണ്ടുപോയാകേണ്ടതെന്നു നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ. ആലയാചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനെയാടു അവൻ എളിയവനാകൊണ്ട് കവർ ചെയ്യരുതു, അരിഷ്ടനെ പടിവാതിൽക്കൽ വെച്ചു പീഡിപ്പിക്കുകയും അരുതു. യഹയാവ അവരുടെ വ്യവഹാരം നടത്തും, അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും.
കേയാബ് ശീലനാട് സഖിത്വമരുതു, ക്രയാതമുള്ള മനുഷ്യനെയാടുകൂടെ നടക്കുകയും അരുതു. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിൽ അകപ്പെടുവാനും സംഗതി വരുതു. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിനു ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയിപ്പോകരുതു. വീട്ടുവാൻ നിനക്കു വകയില്ലാതെ വന്നിട്ടു നിന്റെ കീഴിൽ നിന്നു നിന്റെ മെത്ത എടുത്തുകളവാൻ ഇടവരുത്തുന്നതു എന്തിനു? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുതു. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവയാ. അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കയില്ല. സദൃശവാക്യങ്ങൾ 23. നീ അധിപതിയാടുകൂടെ ഭക്ഷണത്തിനു ഇരിക്കുമ്പയാൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്നു കരുതിക്കൊള്ളുക. നീ ഭയാജനപ്രിയൻ ആകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്കു ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദുഭയാജനങ്ങളെ കൊതിക്കരുതു, അവ വഞ്ചിക്കുന്ന ഭയാജനമല്ലോ. ധനവാനാകേണ്ടതെന്നു പണിപ്പെടരുതു, അതിനായുള്ള ബുദ്ധി വിട്ടുകള. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതു എന്തിന്നു? അതു ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കു എന്നപയാലെ അതു ചിറകെടുത്തു പറന്നുകളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുതു, അവന്റെ സ്വാദുഭയാജ്യങ്ങളെ ആഗ്രഹിക്കുകയുമരുതു. അവൻ തന്റെ മനസ്സിൽ കണക്കു കൂട്ടുന്നതുപയാലെ ആകുന്നു, തിന്നുകുടിച്ചുകൊള്ളുക എന്നു അവൻ നിന്നെയാടു പറയും, അവന്റെ ഹൃദയമയാ നിനക്കു അനുകൂലമല്ല. നീ തിന്ന കഷണം ഛർദ്ദിച്ചുപയാകും, നിന്റെ മാധുര്യവാക്കു നഷ്ടമായെന്നും വരും. ഭയാഷൻ കേൾക്കെ നീ സംസാരിക്കരുതു, അവൻ നിന്റെ വാക്കുകളുടെ ധ്യാനത്തെ നിരസിച്ചുകളയും. പണ്ടേയുള്ള അതിർ നീക്കരുതു, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുതു. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്കു നിന്നെയാടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രഭയാധനത്തിനും നിന്റെ ചെവി പരിജ്ഞാനവചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന്നു ശിക്ഷ കൊടുക്കാതിരിക്കരുതു, വടികൊണ്ടു അടിച്ചാൽ അവൻ ചത്തുപയാകയില്ല. വടികൊണ്ടു അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നു വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്ധ്യാശിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളെയാട് അസൂയപ്പെടരുതു, നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയാടിരിക്ക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കു ഭംഗം വരികയുമില്ല. മകനെ, കേട്ടു ജ്ഞാനം പഠിക്ക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭയാജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുതു. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും, നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പയാൾ അവളെ നിന്ദിക്കരുതു. നീ സത്യം വിൽക്കയല്ല വാങ്ങുയത്രേ വേണ്ടതു, ജ്ഞാനവും പ്രഭയാധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്ധ്യാശിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്ധ്യാശിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന്നു ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറും ആകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെപ്പയാലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്കു കഷ്ടം, ആർക്കു സങ്കടം, ആർക്കു കലഹം, ആർക്കു ആവലാതി, ആർക്കു അനാവശ്യമായ മുറിവുകൾ, ആർക്കു കൺചുവപ്പു. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിനയാക്കുവാൻ പേയാകുന്നവർക്കും തന്നെ. വീഞ്ഞു ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നെയാക്കരുതു. ഒടുക്കം അതു സർപ്പം പേയാലെ കടിക്കും, അണലിപയാലെ കൊത്തും. നിന്റെ കണ്ണു പരസ്ത്രീകളെ നെയാക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെപ്പയാലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെപ്പയാലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല, അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല, ഞാൻ എപ്പയാൾ ഉണരും. ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും. സദൃശവാക്യങ്ങൾ 24. ദുഷ്ടന്മാരെയാട് അസൂയപ്പെടരുതു, അവരെയാടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയുമരുതു. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അധരം വേണ്ടാതനം പറയുന്നു. ജ്ഞാനം കൊണ്ടു ഭവനം പണിയുന്നു, വിവേകം കൊണ്ടു അതു സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ടു അതിന്റെ മുറികളിൽ വലിയേറിയതും മനയാഹരവുമായ സകല സമ്പത്തും നിറഞ്ഞുവരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണസാമർഥ്യത്തെയാടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ടു. ജ്ഞാനം ഭയാഷന്നു അത്യുന്നതമായിരിക്കുന്നു, അവൻ പട്ടണവാതിൽക്കൽ വായ് തുറക്കുന്നില്ല. ദയാശം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്നു പറഞ്ഞുവരുന്നു. ഭയാഷന്റെ നിരൂപണം പാപം തന്നെ,
പരിഹാസി മനുഷ്യർക്കു വെറുപ്പാകുന്നു. കഷ്ടകാലത്തു നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിനു കൊണ്ടുപോയാകുന്നവരെ വിടുവിക്ക, കുലയ്ക്കായി വിരച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നയാക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നു നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കിനയാക്കുന്നവൻ ഗ്രഹിക്കയില്ലയാ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയാ? അവൻ മനുഷ്യനു പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കയില്ലയാ? മകനെ, തേൻ തിന്നുക, അതു നല്ലല്ലോ, തേങ്കട്ട നിന്റെ അണ്ണാക്കിന്നു മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന്നു അങ്ങനെ തന്നെ എന്നറിക. നീ അതു പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്കു ഭംഗം വരികയുമില്ല. ദുഷ്ടാ, നീ നീതിമാന്റെ പാർപ്പിടത്തിന്നു പതിയിരിക്കരുതു, അവന്റെ വിശ്രാമസ്ഥലത്തെ നശിപ്പിക്കുകയുമരുതു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരെയാ അനർത്ഥത്തിൽ നശിച്ചുപയാകും. നിന്റെ ശത്രു വീഴുമ്പയാൾ സന്ദേഹിക്കരുതു, അവൻ ഇടറുമ്പയാൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുതു. യഹോവ കണ്ടിട്ടു അവന്നു ഇഷ്ടക്കേടാകുവാനും തന്റെ കയാപം അവങ്കൽ നിന്നു മാറ്റിക്കളവാനും മതി. ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം മുഷിയരുതു, ദുഷ്ടന്മാരെയാട് അസൂയപ്പെടുകയും അരുതു. ദയാശിക്ക് പ്രതിഫലമുണ്ടാകയില്ല, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപയാകും. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക, മത്സരികളെയാടു ഇടപെടരുതു. അവരുടെ ആപത്തു പെട്ടെന്നു വരും, 2 കൂട്ടർക്കും വരുന്ന നാശം ആരയുന്നു. ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. ദുഷ്ടനെയാട് നീ നീതിമാൻ എന്നു പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കേ നന്മ ഉണ്ടാകും, നല്ലോരനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അധരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരനു വിരയാധമായി സാക്ഷി നിൽക്കരുതു, നിന്റെ അധരം കൊണ്ടു ചതിക്കുകയും അരുതു. അവൻ എന്നെയാട് ചെയ്തവയാലെ ഞാൻ അവനെയാട് ചെയ്യുമെന്നും ഞാൻ അവന്നു അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുതു. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തയാട്ടത്തിനു സമീപയും കൂടിപ്പയായി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞു നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും കണ്ടു. ഞാൻ അതു നയാക്കി വിചാരിക്കുകയും അതു കണ്ടു ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെക്കൂടെ ഉറക്കം, കുറെക്കൂടെ നിദ്ര, കുറെക്കൂടെ കൈ കെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപയാക്കനെപ്പയാലെയും നിന്റെ ബുദ്ധിമുട്ടു ആയുധപാണിയെപ്പയാലെയും വരും. സദൃശ്യവാക്യങ്ങൾ 25. ഇവയും ശെലെയാമയാന്റെ സദൃശവാക്യങ്ങൾ. യെഹൂദാരാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചുവെക്കുന്നതു ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതയാ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അകയാചരം. വെള്ളിയിൽ നിന്നു കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന്നു ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്നു ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പു കാണിക്കരുതു, മഹാന്മാരുടെ സ്ഥാനത്തു നിൽക്കുകയും അരുതു. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്കു താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറിവരിക എന്നു നിന്നെയാട് പറയുന്നതു നല്ലതു. ബദ്ധപ്പെട്ടു വ്യവഹാരത്തിനു പുറപ്പെടതു, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? നിന്റെ വഴക്കു കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക, എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുതു. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരുതു. തക്കസമയത്തു പറഞ്ഞ വാക്കു വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങാപയാലെ. കേട്ടനുസരിക്കുന്ന കാതിന്നു ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും ആകുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്കു കൊയ്ത്തുകാലത്തു ഹിമത്തിന്റെ തണുപ്പുപയാലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പയാലെയാകുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന്നു സമ്മതം വരുന്നു, മൃദുവായുള്ള നാവു അസ്ഥിയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ, അധികം നിറഞ്ഞിട്ടു ഛർദ്ദിപ്പാൻ ഇടവരുതു. കൂട്ടുകാരൻ നിന്നെക്കൊണ്ടു മടുത്തു നിന്നെ വെറുക്കാതെയിരിക്കേണ്ടതെന്നു അവന്റെ വീട്ടിൽ കൂടെ ചെല്ലരുതു. കൂട്ടുകാരനു വിരയാധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കോർത്ത അമ്പും ആകുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നതു മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പയാലെ ആകുന്നു. വിഷാദമുള്ള ഹൃദയത്തിനു പാട്ടുപാടുന്നവൻ ശീതകാലത്തു വസ്ത്രം കളയുന്നതുപയാലെയും യവക്ഷാരത്തിന്മേൽ ചൊറുക്ക് പകരുന്നതു പയാലെയും ആകുന്നു. ശത്രുവിനു വിശക്കുന്നു എങ്കിൽ അവന്നു തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്കു പ്രതിഫലം നൽകുകയും ചെയ്യും.
വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണിവാക്ക് കെയാപഭാവത്തെ ജനിപ്പിക്കുന്നു. ഷണ്ട കൂടുന്ന സ്ത്രീയാടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കെയാണിൽ പാർക്കുന്നതു നല്ലതു. ദാഹമുള്ള ഒന്ന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തുനിന്നു നല്ല വർത്തമാനം വരുന്നതും ഒരുപയാലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പയായ നീതിമാൻ കലങ്ങിയ കിണറ്റിനും മലിനമായ ഉറവിനും സമം. തേൻ ഏറെ കുടിക്കുന്നതു നന്നല്ല, പ്രയാസമുള്ളതു ആരായുന്നതയാ മഹത്വം. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പേയാലയാകുന്നു. സദൃശ്യവാക്യങ്ങൾ 26. വേനൽക്കാലത്തു ഹിമവും കൊയ്ത്തുകാലത്തു മഴയും എന്നപയാലെ ഭയാഷനു ബഹുമാനം പൊരുത്തമല്ല. കുരികിൽ പാറിപ്പയാകുന്നതും മീവൽപക്ഷി പറന്നുപയാകുന്നതും പയാലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്കു കടിഞ്ഞാൻ, മൂഢന്മാരുടെ മുതുകുന്നു വടി. നീയും മൂഢനെപ്പയാലെ ആകാതിരിക്കേണ്ടതെന്നു അവന്റെ ഭയാഷത്വം പയാലെ അവനെയാടു ഉത്തരം പറയരുതു. മൂഢന്നു താൻ ജ്ഞാനിയെന്നു തേയാന്നാതിരിക്കേണ്ടതെന്നു അവന്റെ ഭയാഷത്വത്തിനു ഒത്തവണ്ണം അവനെയാടു ഉത്തരം പറക. മൂഢന്റെ കൈവശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തകാൽ മുറിച്ചുകളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാന്നു കിടക്കുന്നതുപയാലെ. മൂഢന്നു ബഹുമാനം കൊടുക്കുന്നതു കവിണയിൽ കല്ല് കെട്ടി മുറുക്കുന്നതുപയാലെ. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കൈയിലെ മുള്ളുപയാലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപയാലെ. നായി ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ ഭയാഷത്വം ആവർത്തിക്കുന്നതും ഒരുപയാലെ. തനിക്കുതന്നെ ജ്ഞാനിയെന്ന് തേയാന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവയാ. അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ചു അധികം പ്രത്യാശയുണ്ടു. വഴിയിൽ കേസരിയുണ്ടു, തെരുക്കളിൽ സിംഹം ഉണ്ടു എന്നിങ്ങനെ മടിയൻ പറയുന്നു. കതകു ചുഴിക്കുറ്റിയിൽ എന്നപയാലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈത്തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നതു അവന്നു പ്രയാസം. ബുദ്ധിയാടെ പ്രതിവാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്നു മടിയെന്നു തേയാന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പയാകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെപ്പയാലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ടു അതു കളി എന്നു പറയുന്ന മനുഷ്യൻ. തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെപ്പയാലെയാകുന്നു. വിറകു ഇല്ലാഞ്ഞാൽ തീ കെട്ടുപയാകും, നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കും ഇല്ലാതെയാകും. കരിക്കനലിന്നും വിറകു തീക്കും എന്നപയാലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതെന്നു കാരണം. ഏഷണിക്കാരന്റെ വാക്കു സ്വാദുഭയാജനം പയാലെ, അതു വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പയാലെയാകുന്നു. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലെയ അവൻ ചതിവു സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പയാൾ അവനെ വിശ്വസിക്കരുതു, അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പു ഉണ്ടു. അവന്റെ പകകപടം കൊണ്ട് മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടുവരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഭയാഷ്കു പറയുന്ന നാവു അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായി നാശം വരുത്തുന്നു. സദൃശ്യവാക്യങ്ങൾ 27. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുതു, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നു അറിയുന്നില്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ലു ഘനമുള്ളതും മണൽ ഭാരമുള്ളതും ആകുന്നു, ഒരു ഭയാഷന്റെ നീരസമയ ഇവ രണ്ടിലും ഘനമേറിയതു. ക്രയാധം ക്രൂരവും കെയാപം പ്രളയവും ആകുന്നു, ജാരശങ്കയുടെ മുമ്പിലെയ ആർക്കു നിൽക്കാം. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലു. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം, ശത്രുവിന്റെ ചുംബനങ്ങളെയാ കണക്കിലധികം. തിന്നു തൃപ്തനായവൻ തേൻ കട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവന്നെയാ കൈപ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴലുന്ന മനുഷ്യനും ഒരുപയാലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്ദേശിപ്പിക്കുന്നു, ഹൃദയാലയാചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുതു, തന്റെ കഷ്ടകാലത്തു സഹയാദരന്റെ വീട്ടിൽ പെയാകയും അരുതു, ദൂരത്തെ സഹയാദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലതു. മകനെ, എന്നെ നിന്ദിക്കുന്നവനെയാടു ഞാൻ ഉത്തരം പറയേണ്ടതെന്നു നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്ദേശിപ്പിക്ക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളെയാ നേരെ ചെന്നു ഛേദപ്പെടുന്നു. അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക, പരസ്ത്രീക്കു വേണ്ടി ഉത്തരവാദിയാകുന്നവനെയാടു പണയം വാങ്ങുക. അതികാലത്തു എഴുന്നേറ്റു സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നുവെന്നു അതു ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചേർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപയാലെ.
അവളെ ഒതുക്കുവാൻ നെയാക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നെയാക്കുന്നു, അവന്റെ വലങ്കൈകൊണ്ടു എണ്ണയെ പിടിപ്പാൻ പെയാകുന്നു. ഇരുമ്പു ഇരുമ്പിന്നു മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന്നു മൂർച്ച കൂട്ടുന്നു. അത്തികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും, യജമാനൻ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല, മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്കു പുടവും പൊന്നിന്നു മൂശയും ക്ഷയാധന, മനുഷ്യനെയാ അവന്റെ പ്രശംസ. ഭയാഷനെ ഉരലിൽ ഇട്ടു ഉലക്കുകൊണ്ടു അവിൽപയാലെ ഇടിച്ചാലും അവന്റെ ഭയാഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്ക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടിവെക്കുക. സമ്പത്തു എന്നേക്കും ഇരിക്കുന്നതല്ലോ, കിരീടം തലമുറതലമുറയാളം ഇരിക്കുമയാ. പുല്ലു ചെത്തിക്കൊണ്ടുപയാകുന്നു, ഇളംപുല്ലും മുളച്ചുവരുന്നു, പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കേയാലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കേയാലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹയാവർത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. സദൃശ്യവാക്യങ്ങൾ 28. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പയാകുന്നു, നീതിമാന്മാരെയ ബാലസിംഹംപയാലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമ നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു, ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമയ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴപയാലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരെയാ അവരെയാടു എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരെയാ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ, അതിഭക്ഷകന്മാർക്കു സഖിയായവനെയാ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്തു വർദ്ധിപ്പിക്കുന്നവൻ അഗതികളെയാട് കൃപാലുവായവന്നു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചുകളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും, നിഷ്കളങ്കന്മാരെയാ നന്മ അവകാശമാക്കും. ധനവാൻ തനിക്കു തന്നെ ജ്ഞാനിയായി തേയാന്നുന്നു, ബുദ്ധിയുള്ള അഗതിയാ അവനെ ശയാധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘയാശം കഴിക്കുമ്പയാൾ മഹയാത്സവം, ദുഷ്ടന്മാർ ഉയർന്നുവരുമ്പയാഴയാ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്നു ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന്നെയാ കരുണഭിക്കും. എപ്പയാഴും ഭയത്തെയാടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനെയാ അനർത്ഥത്തിൽ അകപ്പെടും. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനും ആകുന്നു, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനെയാ ദീർഘായുസ്സോടെ ഇരിക്കും. രക്തപാതകഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബദ്ധപ്പെടും, അവനെ ആരും തടുക്കരുതു. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനെയാ പെട്ടെന്നു വീഴും. നിലം കൃഷി ചെയ്യുന്നവന്നു ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനെയാ വേണ്ടുവയാളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്തപുരുഷൻ അനുഗ്രഹസമ്പൂർണൻ, ധനവാനാകേണ്ടതെന്നു ബദ്ധപ്പെടുന്നവനെയാ ശിക്ഷ വരാതിരിക്കയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നതു നന്നല്ല, ഒരു കഷണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബദ്ധപ്പെടുന്നു, ബുദ്ധിമുട്ടു വരുമെന്നു അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്കു പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന്നു പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനെയാടെയാ അമ്മയാടെയാ പിടിച്ചുപറിച്ചിട്ടു അതു അക്രമമല്ല എന്നു പറയുന്നവൻ നാശകന്റെ സഖി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനെയാ പുഷ്ടി പ്രാപിക്കും. സ്വന്തഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തെയാടെ നടക്കുന്നവനെയാ രക്ഷിക്കപ്പെടും. ദരിദ്രന്നു കൊടുക്കുന്നവന്നു കുറച്ചൽ ഉണ്ടാകയില്ല, കണ്ണു അടിച്ചുകളയുന്നവനെയാ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നുവരുമ്പയാൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പയാഴയാ നീതിമാന്മാർ വർദ്ധിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 29. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപയാക്കില്ലാതെ പെട്ടെന്നു നശിച്ചുപയാകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പയാൾ ജനം സന്ദേശിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പയാഴയാ ജനം നെടുവീർപ്പിടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്ദേശിപ്പിക്കുന്നു, വേശ്യകളെയാട് സഹവാസം ചെയ്യുന്നവനെയാ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവു ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനെയാ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനെയാട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന്നു ഒരു വല വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു,
നീതിമാനെയാ ഘേഷിച്ചാനന്ദിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു, ദുഷ്ടനെയാ പരിജ്ഞാനം ഇന്നതെന്നു അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കെയാപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളെയാ ക്രയാധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഭയാഷനും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ടു അവൻ കെയാപിച്ചാലയാ ചിരിച്ചാലയാ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരുള്ളവരെയാ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂഴൻ തന്റെ കെയാപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയാ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു, ഇരുവരുടെയും കണ്ണു യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്കു വിശ്വസ്തതയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിനു വിട്ടിരുന്ന ബാലനെയാ അമ്മയ്ക്കു ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പയാൽ അതിക്രമം പെരുകുന്നു, നീതിമാന്മാരെയാ അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്കു ആശ്വാസമായിത്തീരും, അവൻ നിന്റെ മനസ്സിനു പ്രമേയാദം വരുത്തും. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനെയാ ഭാഗ്യവാൻ. ദാസനെ ഗുണീകരിപ്പാൻ വാക്കുമാത്രം പേയാരാ, അവൻ അതു ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവയാ, അവനേക്കാൾ മൂഢനെക്കുറിച്ചു അധികം പ്രത്യാശയുണ്ടു. ദാസനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനെയാട് അവൻ ഒടുക്കം ദുശ്ശാഠ്യം കാണിക്കും. കെയാപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രയാധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനയാവിനയമുള്ളവനെയാ മാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്ത പ്രാണന് പകയ്ക്കുന്നു, അവൻ സത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ലതാനും. മാനുഷഭയം ഒരു കണി ആകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനെയാ രക്ഷപ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയാ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ നീതിമാന്മാർക്കു വെറുപ്പു, സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പു. സദൃശ്യവാക്യങ്ങൾ 30. യാക്കയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങൾ, ഒരു അരുളപ്പാട്. ആ പുരുഷന്റെ വാക്യമാവിതു, ദൈവമേ, ഞാൻ അധ്വാനിച്ചു, ദൈവമേ, ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ സകലമനുഷ്യരിലും മൃഗപ്രായന്തരേ, മാനുഷബുദ്ധി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങിവരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളെയൊക്കെയും നിയമിച്ചവൻ ആർ? അവന്റെ പേരെന്തു? അവന്റെ മകന്റെ പേർ എന്തു? നിനക്കറിയാമയാ? ദൈവത്തിന്റെ സകലവചനവും ശുദ്ധി ചെയ്താകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്കു അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളെയാട് നീ ഒന്നും കൂട്ടരുതു, അവൻ നിന്നെ വിസ്തരിച്ചിട്ടു നീ കള്ളാകുവാൻ ഇടവരുതു. 2 കാര്യം ഞാൻ നിന്നെയാടു അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭയാഷ്കും എന്നെയാടു അകറ്റേണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നു എന്നെ പ്രയാശിപ്പിക്കേണമേ. ഞാൻ തൃപ്തനായിത്തീർന്നിട്ടു, യഹോവ ആർ എന്നു നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായിത്തീർന്നിട്ടു മേയാഷ്ടിച്ചു എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരുതേ. ദാസനെക്കുറിച്ചു യജമാനനെയാടു ഏഷണി പറയരുതു, അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായിത്തീരുവാനും ഇടവരരുതു. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നയാരു തലമുറ. തങ്ങൾക്കു തന്നെ നിർമ്മലായിത്തയാന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായാരു തലമുറ. അയ്യ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല്ലു വാളായും അണപ്പല്ലു കത്തിയായും ഇരിക്കുന്നയാരു തലമുറ. കന്നട്ടയ്ക്കു തരിക തരിക എന്ന 2 പുത്രിമാർ ഉണ്ടു, ഒരിക്കലും തൃപ്തി വരാത്തതു 3 ഉണ്ടു, മതി എന്നു പറയാത്തതു 4 ഉണ്ടു. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ചു തൃപ്തിവരാത്ത ഭൂമിയും മതി എന്നു പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തേയാട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുകൾ തിന്നുകയും ചെയ്യും. എനിക്കു അതിവിസ്മയമായി തേയാന്നുന്നതു 3 ഉണ്ടു, എനിക്കു അറിഞ്ഞുകൂടാത്തതു 4 ഉണ്ടു. ആകാശത്തു കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയാടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്നുവായി തുടച്ചിട്ടു ഞാൻ ഒരു ദയാശവും ചെയ്തിട്ടില്ലെന്നു പറയുന്നു. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിനു സഹിച്ചുകൂടാ.
ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും ഭയാഷം തിന്നു തൃപ്തനായാൽ അവന്റെ നിമിത്തവും. വിലക്ഷണയ്ക്കു വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ടു നാലുണ്ടു. ഉറുമ്പു ബലഹീനജാതി എങ്കിലും അതു വേനൽക്കാലത്തു ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അതു പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ടു പിടിക്കാം എങ്കിലും അതു രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്നതു മൂന്നുണ്ടോ, ചന്തമായി നടക്കുന്നതു നാലുണ്ടോ. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിന്നും വഴിമാറാത്തതുമായ സിംഹവും. നായാട്ടുനായും കേയാലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. നീ നിഗളിച്ചു ഭയാശത്വം പ്രവർത്തിക്കയാ ദയാശം നിരൂപിക്കയാ ചെയ്തുകയായെങ്കിൽ കൈകൊണ്ടു വായി പൊത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂകു നെക്കിയാൽ ചേര വരും, ക്യാപം ഇളക്കിയാൽ വഴക്കുണ്ടാകും. സദൃശ്യവാക്യങ്ങൾ 31. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ. അവന്റെ അമ്മ അവന്നു ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാടു. മകനേ എന്തു? ഞാൻ പ്രസവിച്ച മകനേ എന്തു? എന്റെ നേർച്ചകളുടെ മകനേ എന്തു? സ്ത്രീകൾക്കു നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്കു നിന്റെ വഴികളെയും കൊടുക്കരുതു. വീഞ്ഞു കുടിക്കുന്നതു രാജാക്കന്മാർക്കു കൊള്ളരുതു, ലെമുവേലേ, രാജാക്കന്മാർക്കു അതു കൊള്ളരുതു, മദ്യസക്തി പ്രഭുക്കന്മാർക്കു കൊള്ളരുതു. അവർ കുടിച്ചിട്ടു നിയമം മറന്നുപയാകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചുകളവാനും ഇടവരുതു. നശിക്കുമാറായിരിക്കുന്നുവെന്നു മദ്യവും മനയാവ്യസനമുള്ളവന്നു വീഞ്ഞും കൊടുക്ക. അവൻ കുടിച്ചിട്ടു തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഉമന്നുവേണ്ടി നിന്റെ വായി തുറക്ക, ക്ഷയിച്ചുപയാകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. നിന്റെ വായി തുറന്നു നീതിയാടെ ന്യായം വിധിക്ക, എളിയവെന്നും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്ക. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കു കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിനു ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന്നു തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരയാമവും ചണവും സമ്പാദിച്ചു താൽപര്യത്തെയാടെ കൈകൊണ്ടു വേല ചെയ്യുന്നു. അവൾ കച്ചവടക്കപ്പൽ പേയാലയാകുന്നു, ദൂരത്തുനിന്നു ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നരാവിലെ എഴുന്നേറ്റു വീട്ടിലുള്ളവർക്കു ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടിവെച്ചു അതു മേടിക്കുന്നു, കൈനേട്ടം കൊണ്ടു അവൾ ഒരു മുന്തിരിത്തയാട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ടു അര മുറക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്നു അവൾ ഗ്രഹിക്കുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപയാകുന്നുമില്ല. അവൾ വിടുതലേക്ക് കൈ നീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്കു തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല, അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പു കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ക്ഷണപടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പു. ദേശത്തിലെ മൂപ്പന്മാരെയാടുകൂടെ ഇരിക്കുമ്പയാൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പു, ഭാവികാലം ഓർത്തു അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തെയാടെ വായി തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ടു. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നേക്കുന്നു, വെറുതെ ഇരുന്നു അഹയാവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റു അവളെ ഭാഗ്യവതി എന്നു പുകഴ്ത്തുന്നു, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നതു. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ടു, നീയ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും ആകുന്നു, യഹോവഭക്തിയുള്ള സ്ത്രീയാ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തപ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ.